So our next program to check whether a given number is prime or not. Okay. So basically we have prime numbers and composite numbers in mathematics. So what do you mean by prime number? Okay. പ്രൈം നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മാത്തമാറ്റിക്സിൽ നമ്മുടെ പ്രൈം നമ്പറിനെ അല്ലെ പ്രൈം നമ്പർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നമ്പറിനെ ആ നമ്പറും അതുപോലെ ഒന്നും ഒഴികെയുള്ള മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇഫ് യു കനോട്ട് ഡിവൈഡ് എ നമ്പർ ബൈ എ നമ്പർ അതർ ദാൻ വൺ ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് കോൾഡ് പ്രൈം നമ്പർ. അതായത് നമ്മളിപ്പോൾ 5 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 5നെ നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? It can be divided by 5 itself and also any number can be divided by 1 അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പറിനെ ഒന്നോ ആ നമ്പറോ ഒഴികെയുള്ള മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല എങ്കിൽ അത്തരം നമ്പറിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ എന്നും. സപ്പോസ് 9 എന്നൊരു നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 9 എന്താണ്? 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 9നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് തന്നെ 9 എന്തിൻ്റെ എക്സാമ്പിളാണ്? ഇറ്റ്സ് എ കോമ്പോസിറ്റ് നമ്പർ. കോമ്പോസിറ്റ് നമ്പറും ഉണ്ട് പ്രൈം നമ്പറും ഉണ്ട് അല്ലേ? എന്നാൽ കോമ്പോസിറ്റ് നമ്പർ മീൻസ് ഇഫ് എ നമ്പർ ക്യാൻ ബി ഡിവൈഡഡ് ബൈ എനി അതർ നമ്പർ അതർ ദാൻ വൺ ആൻഡ് ദ നമ്പർ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് കോൾഡ് കോമ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ നോൺ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ 2 നമ്പറിനെ എടുക്കുന്നു. ഒന്ന് ഞാൻ ഇതിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി എടുക്കുന്ന 2 നമ്പേഴ്സാണ്. ഒന്ന് 9 തന്നെയാണ്, മറ്റൊരു നമ്പർ 11 ആണ്. നമുക്കറിയാം 11 ഒരു പ്രൈം നമ്പറാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ 2 നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം നമ്മുടെ പ്രോഗ്രാമിലെ സ്കാൻഎഫിൻ്റെ സഹായത്തോടെ നമ്മൾ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. സപ്പോസ് ഞാൻ എൻ്റർ ചെയ്ത നമ്പർ 11 ആണെന്നിരിക്കട്ടെ. നമുക്ക് ആദ്യം 11 ആണെന്ന് നമുക്കറിയാം. 11 എന്ന് പറയുന്ന നമ്പർ പ്രൈം ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പറിനെ 2 മുതലുള്ള ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴെങ്കിലും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയാൽ നമുക്ക് പറയാം ആ നമ്പർ ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ റിമൈൻഡർ 0 അല്ലേ? അതിനുവേണ്ടി ഞാനൊരു ബി എന്നൊരു വേരിയബിൾ എടുത്തു. ആ ബി ആണ് നമുക്ക് ഡിവൈഡ് ചെയ്തോ നമ്മൾ ഏത് നമ്പർ ഉപയോഗിച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ്. ആ നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേരിയബിളാണ് ബി. നമുക്കറിയാം ഒന്നൊഴികെയുള്ള നമ്പർ കൊണ്ടാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ബിയുടെ വാല്യൂ ആദ്യം 2 സെറ്റ് ചെയ്തു. ബി ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ഡിവൈഡ് ബൈ 2. ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ ഒഴികെയുള്ള ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് 100 എടുത്തു കഴിഞ്ഞാൽ 100 എന്ന് പറയുന്ന നമ്പർ എടുത്തു കഴിഞ്ഞാൽ 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 100 ഒഴികെ 100നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 കഴിഞ്ഞാൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടത്തില്ല? റിമൈൻഡർ 0 കിട്ടത്തില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഒരു നമ്പറിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുന്ന ഒരു ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ആ നമ്പർ ഒഴികെയുള്ള ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം ബൈ 2 വരെ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യേണ്ട? മുഴുവൻ നമ്പറും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ എടുക്കും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ 9 എടുക്കുന്നു. ഓക്കെ. ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ബിയുടെ വാല്യൂ 2 ആണ്. ദെൻ ബി ലെസ് ദാൻ 9 ഡിവൈഡ് ബൈ 2. 9 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഓക്കെ. നം ഡിവൈഡ് ബൈ 2 9 ഡിവൈഡ് ബൈ 2 4 ആണ്. 4.5 അല്ല 4 ആണ്. നമ്മൾ നേരെ ലൂപ്പിനകത്തേക്ക് കയറിയ ശേഷം നം ഡിവൈഡ് മോഡുലസ് ബി. എത്ര നം മോഡുലസ് ബി? 9 മോഡുലസ് 2 അല്ലേ? 9 മോഡുലസ് 2 നമുക്ക് 1 ആണ് കിട്ടുന്നത്. കാരണം എന്താ? 9-നകത്ത് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന 4 times 2 8 റിമൈൻഡർ 1 അല്ലേ? ഈ കണ്ടീഷൻ ട്രൂ അല്ല. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ ഇഫ് വർക്ക് ചെയ്യത്തില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലേക്ക് പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ബി ഒന്നുകൂടെ കൂടും. ബി എത്രയായിരുന്നു? ബി 2 ആയിരുന്നു. ഒന്നുകൂടെ കൂടി എത്രയായി? ബി 3 ആയി അല്ലേ? 3 ലെസ് ദാൻ നം ഡിവൈഡ് ബൈ 2. നം ഡിവൈഡ് ബൈ 2 4 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 3 ലെസ് ദാൻ 4 കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ? ഈഫ് നം മോഡുലസ് ബി അതായത് 9 മോഡുലസ് 3. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? 9 മോഡുലസ് 3 എത്ര കിട്ടും? 3 times 3 9 റിമൈൻഡർ 0 അല്ലേ? കണ്ടോ? അപ്പോൾ നമുക്ക് 0 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? 9 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. ദാറ്റ് മീൻസ് 9 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പോൾ നോക്കിയേ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും?
ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 0, അതായത് ഞാനൊരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിൻ്റെ വാല്യൂ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1 എന്നാണ്. എന്തിനാണ് ഫ്ലാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് മുമ്പ് തന്നെ ഞാനിവിടെ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1 എന്ന് ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാഗിൻ്റെ വാല്യൂ എന്തായി സെറ്റ് ചെയ്തു, 0 ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ബ്രേക്ക് ചെയ്തു. എന്തിനായിരിക്കും ബ്രേക്ക് ചെയ്യുന്നത്? നമ്മളൊരു നമ്പറിനെ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് ആ നമ്പറിനെ 1ഓ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഒഴികെ ബാക്കി ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ അത് കോമ്പോസിറ്റ് ആണ്. ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മനസ്സിലായി ഈ നമ്പർ എന്താണ്, കോമ്പോസിറ്റ് ആണ്. ഇനി ചെക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥമില്ല അല്ലേ. കാരണം എന്താ, നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്പർ ഒഴികെയുള്ള അതായത് എന്താ മറ്റു നമ്പറുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിന്നെ ഇനി അടുത്തൊരു ഡിവിഷൻ്റെ ചെക്കിങ്ങിൻ്റെ ആവശ്യമില്ല. സോ വി സ്റ്റോപ്പ് ദ ലൂപ്പ് ബൈ അപ്ലൈ ബ്രേക്ക് അല്ലേ, ലൂപ്പിന് പുറത്ത് വരും. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്പർ 9 ആയപ്പോൾ നമ്മൾ എവിടെ വന്നു, നമ്മൾ ഈ ലൂപ്പിന് പുറത്ത് വന്നു. എങ്ങനെ ലൂപ്പിന് പുറത്ത് വന്നേ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് പുറത്ത് വന്നു. ഓർത്തിരിക്കുക. നമുക്കിനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വീണ്ടും 11 എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു. ഓക്കെ, 11ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11/2 എന്ന് പറഞ്ഞാൽ 5 ആണ് കേട്ടോ. 11/2 അത് തരുന്നത് 5 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വീണ്ടും B2 ആയിട്ട് സെറ്റ് ചെയ്തു. B ഷുഡ് ബി ലെസ് ദാൻ 11/2, ദാറ്റ് ഈസ് 5. ദെൻ ഇഫ് നം ഏതാ 11 മോഡുലസ് 2, 11 മോഡുലസ് 2 എത്രയാ, റിമൈൻഡർ 1 ആണ് അല്ലേ, ഈസ് നോട്ട് ഈക്വൽ ടു 0. വീണ്ടും B ഒന്നുകൂടെ കൂടി, B എത്രയായി, 3 ആയി. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അകത്തേക്ക് നോക്കും, 11 മോഡുലസ് B എന്ന് നോക്കും. 11 മോഡുലസ് B എന്ന് പറഞ്ഞാൽ 11 മോഡുലസ് 3 അല്ല, റിമൈൻഡർ 0 അല്ല. വീണ്ടും ബിയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, B 4 ആകും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും 11 മോഡുലസ് 4 നോക്കും, ഇല്ല, റിമൈൻഡർ 0 അല്ല. ദെൻ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ബിയുടെ വാല്യൂ 5 ആവും. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്യും, 11 മോഡുലസ് 5 ഇല്ല, 5 ടൈംസ് 2 10, റിമൈൻഡർ 1, റിമൈൻഡർ 0 അല്ല. വീണ്ടും ബിയുടെ വാല്യൂ ഒന്നുകൂടെ കൂടും അല്ലേ. ബി എത്രയായി, 6 ആയി, ലൂപ്പിന് പുറത്ത് വരും. നോക്കിയേ, ഇവിടെ 11 എന്ത് ചെയ്യുന്നുണ്ട്, 11ഉം വരുന്നുണ്ട് ഈ ലൂപ്പിൻ്റെ ഇവിടേക്ക്. അപ്പോൾ 2 രീതിയിൽ ഈ പ്രോഗ്രാമിൽ നിന്നും എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് 2 രീതിയിൽ ഈ ലൂപ്പിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഒന്ന്, ഫുൾ ബിയുടെ വാല്യൂവും ചെക്ക് ചെയ്ത് എപ്പോഴെങ്കിലും B ലെസ് ദാൻ num/2 എന്നുള്ള കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പ് നോർമൽ എക്സിറ്റ് വരാം. രണ്ടാമത്തെ സിറ്റുവേഷൻ, നേരത്തെ 9ൻ്റെ കാര്യം പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് 9 എന്താ B എവിടെ വരെ പോകാൻ, 9/2 വരെ പോകാമായിരുന്നു. പക്ഷെ നമ്മൾ 3 ചെന്നപ്പോൾ തന്നെ എന്ത് കണ്ടു, നമുക്ക് റിമൈൻഡർ 0 കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങി. അപ്പോൾ 2 രീതിയിൽ എവിടെ വരാം, ലൂപ്പിന് പുറത്ത് വരാം. ബ്രേക്ക് ചെയ്തും വരാം, ബ്രേക്ക് ചെയ്യാതെ ഫുൾ എക്സിക്യൂട്ട് ചെയ്തിട്ടും വരാം. ഇതിനകത്ത് എങ്ങനെ തിരിച്ച് വന്നു എന്ന് തിരിച്ചറിയാൻ ആണ് നമ്മൾ ഫ്ലാഗ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലാഗ് 0 ആണെങ്കിൽ അതിനർത്ഥം നമ്മൾക്കറിയാമെന്ന് നോക്കിയേ, ഇവിടെ ഫ്ലാഗ് 0 ആണെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നത്. ബ്രേക്ക് ചെയ്തിട്ടാണ് വന്നത് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, ഇടയ്ക്ക് എവിടെയോ വെച്ചിട്ട് റിമൈൻഡർ 0 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമ്പർ കോമ്പോസിറ്റ് ആണ്. ഇത് ബ്രേക്ക് ചെയ്യാതെ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് വന്നാലോ 11, അപ്പോൾ ഫ്ലാഗിൻ്റെ വാല്യൂ എന്താണ്, 0 അല്ല 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫ്ലാഗ് ഈസ് ഈക്വൽ ടു 1 നമുക്ക് എന്ത് പറയാം, നമ്പർ പ്രൈം ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം കോമ്പോസിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ.